തമിഴ്നാട്ടിൽ നമ്മൾ എവിടെ എത്തിയാലും ഇതുപോലുള്ള പൂക്കച്ചവടക്കാരെ കാണാനായിട്ട് സാധിക്കും. പൂക്കച്ചവടം നടത്തുന്നത് ഇതുപോലുള്ള ചെറിയ വണ്ടിയിലാണ്. വണ്ടിയിൽ പല ഭാഗത്തായിട്ട് മുല്ലപ്പൂ കെട്ടിയിടുക, ഇതുപോലുള്ള ചെറിയ കൊട്ടയിൽ പൂ നിറച്ച് വിൽക്കുക. ഇവർക്ക് ഈ പൂവിൽ നിന്ന് വിൽക്കുന്നതിൽ നിന്ന് എത്ര രൂപ ലാഭം കിട്ടും എന്നറിയില്ല, എങ്കിലും അവരത് തുടർന്നു വരികയാണ്. അതുകൊണ്ട് ഇത്രയും ഒരു പൂവിന് 100 രൂപ മാത്രമേ ഉള്ളൂ. ഇത് കേരളത്തിലാണെങ്കിൽ സീസണിൽ 1000 രൂപയിലധികമുള്ള പൂക്കളുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ ഈ പൂക്കളൊക്കെ സമൃദ്ധമായി വിരിയുന്നത് കൊണ്ട് ഇത് ഇവരുടെ ഒരു കൃഷിയാണ്. ഇദ്ദേഹം നോക്കി, ഇദ്ദേഹം ഇവിടെ ഈ പൂക്കച്ചവടം നടത്തുകയാണ്. ബസ് വരുമ്പോൾ ഓരോ ബസ്സിലും കയറി ഇറങ്ങി പൂ വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഉള്ള കച്ചവടം. തമിഴ്നാട്ടിലെ മുഴുവൻ മഹിളകളും പൂ ചൂടിക്കൊണ്ട് മാത്രമേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുള്ളൂ. അഥവാ വീട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അവർ ഈ പൂ ചൂടിയാണ് നിൽക്കുന്നത്. എന്തായാലും തമിഴ്നാട്ടിൽ ഇത് നമ്മൾക്ക് എവിടെയും കാണാവുന്നതാണ്. ഞാൻ ഇദ്ദേഹത്തോട് ഈ പൂവിനെ പറ്റി ചോദിച്ചപ്പോൾ കേരളത്തിൽ ഇത്ര സമൃദ്ധമായ പൂവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിൽ ലഭിക്കുന്ന പൂവ് ഒരു 2ാം തരത്തിലുള്ള പൂവാണ്. ഇത്രയും വലിയ വിസ്തൃതിയുള്ള പൂക്കൾ ലഭിക്കുന്നില്ല എന്ന് കാണാൻ കഴിയും. എന്തായാലും തമിഴ്നാട്ടിലെ ജനതയുടെ അധ്വാന ശേഷിയെ നമുക്ക് നമിച്ചേ മതിയാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.